ഇറാഖിലെ പ്രശ്നങ്ങളുടെ സാഹചര്യത്തിൽ സൗദിയിൽ ജാഗ്രത പാലിക്കാൻ അബ്ദുള്ള രാജാവിന്റെ നിർദ്ദേശം. പശ്ചിമേഷ്യയിൽ പൊതുവിലും ഇറാഖിൽ പ്രത്യേകിച്ചും നടക്കുന്ന അനിഷ്ട സംഭവ വികാസങ്ങളുടെ സാഹചര്യത്തിൽ തീവ്രവാദ ഭീഷണികളിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് രാജാവ് ആവശ്യപ്പെട്ടു. ദേശീയ സുരക്ഷാ യോഗത്തിൽ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് അബ്ദുള്ള രാജാവിന്റെ നിർദ്ദേശമെന്ന് സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. അങ്കമാലി NRI അസോസിയേഷൻ അബുദാബി ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ അബുദാബി ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ജൂൺ 27 വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് ക്യാമ്പ്. അബുദാബി ഖാലിദിയ മാളിന് സമീപത്തുള്ള ബ്ലഡ് ബാങ്ക് ഹോസ്പിറ്റലിൽ സംഘടിപ്പിക്കുന്ന രക്തദാന ക്യാമ്പിന്റെ യുവ വ്യവസായിയും സാമൂഹ്യ പ്രവർത്തകനുമായ ബോബി ചെമ്മണ്ണൂർ കഴിഞ്ഞ ദിവസം നിർവഹിച്ചു. UAEയിൽ സന്ദർശനം നടത്തുന്ന തണൽ ചെയർമാൻ ഡോക്ടർ ഇദ്രീസ് ഷാർജ സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റും വടകര മണ്ഡലം KMCCയും സംയുക്തമായി സ്വീകരണം നൽകി. ഷാർജ ക്രിസ്റ്റൽ പ്ലാസയിൽ നടന്ന പരിപാടിയിൽ വ്യവസായ പ്രമുഖരും സാമൂഹിക പ്രവർത്തകരും സംഘടനാ നേതാക്കളും സംബന്ധിച്ചു. ഷാർജ സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റ് കൺവീനർ T ഹാഷിം സ്വാഗതം പറഞ്ഞു. ചെയർമാൻ ഡോക്ടർ ഹാരിസ് അധ്യക്ഷത വഹിച്ചു. ഷാർജ KMCC പ്രസിഡന്റ് K അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. രണ്ടാമത് വേൾഡ് ഇന്നൊവേഷൻ സമ്മിറ്റ് ഫോർ ഹെൽത്ത് ആഗോള ആരോഗ്യ ഉച്ചകോടി ഖത്തറിൽ നടക്കും. 2015 ഫെബ്രുവരി 17-18 തീയതികളിൽ ഖത്തർ നാഷണൽ കൺവെൻഷൻ സെന്ററിലാണ് ഉച്ചകോടി നടക്കുകയെന്ന് ഖത്തർ ഫൗണ്ടേഷൻ അധികൃതർ അറിയിച്ചു. ഖത്തർ ഫൗണ്ടേഷൻ അധ്യക്ഷ ഷെയ്ഖ മൗസ ബിൻത് നാസറിന്റെ പിന്തുണയോടെ നടക്കുന്ന ഉച്ചകോടിയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നായി 1000-ലധികം പ്രതിനിധികൾ പങ്കെടുക്കും. അറബ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓർഗനൈസേഷന്റെ മികവിനുള്ള പുരസ്കാരം ഖത്തർ ആഭ്യന്തര വകുപ്പിന് ലഭിച്ചു. മന്ത്രാലയ വെബ്സൈറ്റിലൂടെ പൊതുജനങ്ങൾക്ക് മികച്ച സേവനങ്ങൾ ലഭ്യമാക്കിയത് പരിഗണിച്ചാണ് പുരസ്കാരം നൽകുന്നത്. ആഭ്യന്തര മന്ത്രാലയം നടപ്പാക്കിയ മെട്രാഷ് 2 സേവനങ്ങൾ ഇതിനകം തന്നെ ശ്രദ്ധേയമായിരുന്നു. ദുബൈയിലെ ബുർജൽ അറബ് ഹോട്ടലിലാണ് പുരസ്കാരദാന ചടങ്ങ് നടന്നത്. അബുദാബിയിലേക്കുള്ള ഷെയ്ഖ് റാഷിദ് ബിൻ മക്തൂം റോഡിൽ യാത്രാ ബസ്സിന് തീപിടിച്ചു. ബസ് ഓടിക്കൊണ്ടിരിക്കെ ഷഹാമയ്ക്കടുത്താൽ റഹ്ബയിൽ വെച്ചാണ് ബസ്സിന് തീപിടിച്ചത്. അപകടത്തിൽ പരിക്കുകളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. യാത്രക്കാരെ സുരക്ഷിതമായി മാറ്റിയിട്ടുണ്ടെന്നാണ് ലഭ്യമായ വിവരം. ഷാർജ ജെംസ് മില്ലേനിയം സ്കൂൾ സംഘടിപ്പിച്ച ആനുവൽ പ്രൈസ് ഡേ ശ്രദ്ധേയമായി. 2 ദിവസങ്ങളായി നടന്ന പരിപാടിയിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ നിറഞ്ഞ സദസ്സിന്റെ സാന്നിധ്യത്തിലായിരുന്നു പരിപാടി. ഷാർജ ജെംസ് മില്ലേനിയം സ്കൂൾ സംഘടിപ്പിച്ച ആനുവൽ പ്രൈസ് ഡേ വ്യത്യസ്ത പരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമായി. വിവിധ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ വ്യത്യസ്ത സംസ്കാരങ്ങളെ ഇഴചേർത്തായിരുന്നു പരിപാടികൾ അവതരിപ്പിച്ചത്. നാടകവും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ നൃത്തവും സംഗീതവും തുടങ്ങി വർണ്ണാഭമായ പരിപാടി 2 ദിവസം നീണ്ടുനിന്നു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരേപോലെ എത്തിയ പരിപാടി പാഠ്യവിഷയങ്ങൾക്ക് നൽകുന്നയത്ര തന്നെ പ്രാധാന്യം പാഠ്യേതര വിഷയങ്ങൾക്കും സ്കൂൾ നൽകുന്നുവെന്നതിന്റെ തെളിവായിരുന്നു. പ്രിൻസിപ്പാൾ ആന്റണി ജോസഫ് സ്കൂളിന്റെ 2013-14 അധ്യയന വർഷത്തെ ആനുവൽ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. അജ്മാൻ യൂണിവേഴ്സിറ്റി ഡെന്റിസ്ട്രി കോളേജ് ഡീൻ പ്രൊഫസർ സാലിം അബു ഫനാസ്, ദുബായ് കോൺസുലേറ്റ് എഡ്യൂക്കേഷൻ ചീഫ് കോൺസുൽ കജാരി ബിശ്വാസ് തുടങ്ങി പ്രമുഖരുടെ സാന്നിധ്യത്തിലായിരുന്നു പരിപാടി നടന്നത്. ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കും കലാകായിക രംഗത്തെ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. മീഡിയ 1 ഷാർജ. ദുബൈയിൽ സ്മാർട്ട് ദുബൈ പദ്ധതിയുടെ ഭാഗമായി താമസ കുടിയേറ്റ വകുപ്പ് പുതിയ ആപ്ലിക്കേഷൻ പുറത്തിറക്കി. ഇതോടെ ദുബൈയിൽ വിസ നടപടികൾ ഇനി കൂടുതൽ സ്മാർട്ടാവും. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം തന്റെ ദീർഘവീക്ഷണ പ്രകാരം 2013 മെയ് മാസത്തിലായിരുന്നു സ്മാർട്ട് ദുബായ് പദ്ധതിക്ക് രൂപം നൽകിയത്. സർക്കാരിന്റെ പുതിയ സേവനങ്ങൾ മൊബൈൽ ഫോൺ വഴിയും മറ്റ് സാങ്കേതിക വിദ്യകൾ വഴിയും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയെന്ന ലക്ഷ്യമായിരുന്നു പുതിയ സ്മാർട്ട് പദ്ധതിയിലൂടെ നടപ്പിലാക്കിയത്. ദുബായ് എമിഗ്രേഷൻ അതോറിറ്റിയുടെ സ്വദേശികൾക്കും സ്ഥിരതാമസക്കാർക്കും കമ്പനികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന പുതിയ സ്മാർട്ട് ആപ്ലിക്കേഷനാണ് ഇന്ന് പുറത്തിറക്കിയത്. ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് ഡയറക്ടർ ജനറൽ മേജർ ജനറൽ മുഹമ്മദ് അൽമാരിയുടെ നേതൃത്വത്തിൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കി. GDRFA എന്ന് സെർച്ച് ചെയ്താൽ ഈ പുതിയ ആപ്ലിക്കേഷൻ ലഭ്യമാവും. ആപ്ലിക്കേഷനിൽ തങ്ങളുടെ ബത്താക്കയിലെ വിവരങ്ങൾ നൽകി രജിസ്റ്റർ ചെയ്താൽ താമസ വിസയ്ക്ക് അപേക്ഷിക്കൽ, പുതുക്കൽ, നീട്ടി ലഭിക്കാൻ അപേക്ഷ നൽകൽ തുടങ്ങി ബഹുമുഖ സേവനങ്ങൾ ലഭ്യമാവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതോടെ ദുബൈയിലെ സ്വദേശികൾക്കും വിദേശികൾക്കും വിസ നടപടികൾ കൂടുതൽ എളുപ്പമാവും. ദുബൈയിലെ കമ്പനികൾക്ക് തങ്ങളുടെ തൊഴിലാളികളുടെ വിസ ഇടപാടുകൾ ഇതുവഴി നിയന്ത്രിക്കാൻ കഴിയും. പ്രവേശനാനുമതി പുതുക്കുന്നതിനും ക്യാൻസൽ ചെയ്യുന്നതിനുമൊപ്പം തൊഴിൽ മന്ത്രാലയത്തിന് അപേക്ഷകൾ നൽകാനും ആപ്ലിക്കേഷൻ വഴി സാധിക്കുമെന്ന് GDRFA കസ്റ്റമർ സെക്ഷൻ മാനേജർ ക്യാപ്റ്റൻ സാലിം ബിൻ അലി വ്യക്തമാക്കി.
പുതിയ സ്മാർട്ട് ആപ്ലിക്കേഷൻ പൊതുജനങ്ങളുടെ സമയം, പണം, അധ്വാനം എന്നിവ ലാഭിക്കുന്നതിനും തൃപ്തികരമായ സേവനം നൽകുമെന്നും അധികൃതർ ഉറപ്പു നൽകി. രാജ്യത്തെ എയർപോർട്ടുകൾ ഉൾപ്പെടെയുള്ള പ്രവേശന കവാടങ്ങളിലെ സ്മാർട്ട് ഗേറ്റുകളിൽ ഉപയോഗിക്കാനായി പ്രൊഫൈൽ വിവരങ്ങളുടെ പ്രത്യേകം ബാർകോഡും ആപ്ലിക്കേഷനിലുണ്ട്. ദുബായ് അന്താരാഷ്ട്ര എയർപോർട്ട് ടെർമിനൽ നമ്പർ 1-ലും 2-ലും 100-ലധികം ഇ ഗേറ്റുകളും ടെർമിനൽ 3-ൽ 14 സ്മാർട്ട് ഗേറ്റുകളും സ്ഥാപിച്ചിട്ടുണ്ട്. 17 വയസ്സ് പൂർത്തിയായ താമസ വിസയിലുള്ളവർക്ക് സൗജന്യമായി രജിസ്റ്റർ ചെയ്യാനും ആക്ടിവേഷൻ ചെയ്യാനും കഴിയും. ദുബായിയെ കൂടുതൽ സ്മാർട്ടാക്കുന്നതിന്റെ ഭാഗമായി പുറത്തിറക്കുന്ന ആപ്ലിക്കേഷനുകളുടെ അടുത്ത ഘട്ടം ഉടനെ ഉണ്ടാവുമെന്നും അധികൃതർ അറിയിച്ചു. മീഡിയ 1 ദുബായ്. ഖത്തറിലെ പ്രമുഖ വസ്ത്ര ഫുട്വെയർ സ്ഥാപനമായ മാർക്ക് ജെൻസ് ഗാലറിയുടെ പ്രവർത്തനം വിപുലീകരിക്കുന്നതിനായി മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അൽ വത്തൻ സെന്ററിൽ പ്രവർത്തിച്ചു വരുന്ന മാർക്കിന് പ്രമുഖ ബ്രാൻഡുകളായ സ്പൈക്കർ, ഓട്ടോ, റാഗ്ലർ എന്നിവയുടെ ഖത്തറിലെ ഔദ്യോഗിക ഡീലർഷിപ്പ് ലഭിച്ചതായും അറിയിച്ചു. ഇവ കൂടാതെ ഖാദി, ലിനൻ ഉൽപ്പന്നങ്ങളും മാർക്ക് ജെൻസ് ഗാലറിയിൽ ലഭ്യമാകും. സൗദി അറേബ്യയിലെ അൽ ഖർജിലുണ്ടായ വാഹനാപകടത്തിൽ 3 മലയാളികൾ ഉൾപ്പെടെ 4 ഇന്ത്യക്കാർ മരിച്ചു. മരിച്ചവരിൽ 3 പേരും മലപ്പുറം ജില്ലക്കാരാണ്. റിയാദിൽ നിന്നും 100 കിലോമീറ്റർ അകലെ അൽ ഖർജിലെ ഖാലിദിയയിലാണ് അപകടമുണ്ടായത്. ഇന്ന് പുലർച്ചെ 5 മണിക്കാണ് സംഭവം. വളാഞ്ചേരി വെണ്ടല്ലൂർ സ്വദേശി തൊറാപ്പറമ്പിൽ സെയ്താലിക്കുട്ടി, പെരിന്തൽമണ്ണ ചെറുകര പാറപ്പുറം സ്വദേശി കുമ്പക്കുഴിയിൽ മമ്മു, താനൂർ സ്വദേശി കുഞ്ഞുമോൻ എന്നിവരാണ് മരിച്ച മലപ്പുറം സ്വദേശികൾ. ആന്ധ്രാപ്രദേശ് സ്വദേശി മുഹമ്മദ് സാജിദാണ് മരിച്ച 4ാമൻ. നിർമ്മാണ തൊഴിലാളികളായ ഇവർ പിക്കപ്പ് വാഹനത്തിൽ നിന്ന് ജോലിസ്ഥലത്തിറങ്ങവേ പിറകിൽ നിന്ന് വന്ന കാർ ഇടിച്ചാണ് അപകടം. 4 പേരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. അപകടത്തിൽ ഒരു മലയാളി ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിൽ 2 ബംഗ്ലാദേശ് സ്വദേശികളുടെ നില ഗുരുതരമാണ്. മലയാളിയെയും പാകിസ്ഥാൻ സ്വദേശിയെയും പ്രാഥമിക ശുശ്രൂഷ നൽകി ആശുപത്രിയിൽ നിന്ന് വിട്ടയച്ചു. മരിച്ചവരുടെ മൃതദേഹം അൽ ഖർജിലെ കിങ് ഖാലിദ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മീഡിയ 1 റിയാദ്. വീറും വാശിയും കത്തിനിന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊടുവിൽ അബുദാബി ചേംബർ ഡയറക്ടർ ബോർഡിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രമുഖ വ്യവസായി MA യൂസുഫ് അലി വിജയിച്ചു. ആവേശം നിറഞ്ഞു നിന്ന പ്രചാരണത്തിനൊടുവിൽ അബുദാബി ചേംബർ ഡയറക്ടർ ബോർഡിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രമുഖ വ്യവസായിയും ലുലു ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറുമായ MA യൂസുഫ് അലിക്ക് തിളങ്ങുന്ന വിജയം. തുടർച്ചയായ 3ാം തവണയാണ് യൂസുഫ് അലി വിജയിക്കുന്നത്. പ്രവാസികളിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ സ്വന്തമാക്കിയാണ് വിജയം കൊയ്തത്. 1721 വോട്ടുകളാണ് യൂസുഫ് അലിക്ക് ലഭിച്ചത്. 9 പ്രവാസികൾ മത്സരിച്ച വോട്ടെടുപ്പിൽ 2ാം സ്ഥാനം നേടിയ പാകിസ്ഥാൻ സ്വദേശിയും ഇബ്രാഹിമി റെസ്റ്റോറന്റ് ഉടമയുമായ ഖാൻ സമാൻ സുറൂർ ഖാനും വിജയിച്ചു. ചേംബറിലേക്ക് മൊത്തം 15 അംഗങ്ങളെയാണ് തെരഞ്ഞെടുത്തത്. 13 സ്ഥാനങ്ങൾ സ്വദേശികൾക്കും 2 സ്ഥാനങ്ങൾ പ്രവാസികൾക്കുമായി നീക്കിവെച്ചതാണ്. വനിതയായ ദലാൽ സയ്യിദ് അൽ ഖുസൈബിക്കാണ് സ്വദേശികളിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത്. 9 പ്രവാസികളടക്കം 72 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. അബുദാബി നാഷണൽ എക്സിബിഷൻ സെന്റർ, അൽ ഐൻ എക്സിബിഷൻ സെന്റർ, മദീന സായിദ് സിറ്റിയിലെ പുതിയ വിവാഹ ഹാൾ എന്നിവിടങ്ങളിലായാണ് ഇന്ന് രാവിലെ 9 മുതൽ വൈകുന്നേരം 7 വരെ തെരഞ്ഞെടുപ്പ് നടന്നത്. വോട്ടെടുപ്പിൽ 14,500 പേർ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി. പതിവിലധികം ആവേശം നിറഞ്ഞുവന്ന തെരഞ്ഞെടുപ്പ് പ്രചരണവും വോട്ടെടുപ്പുമാണ് ഇത്തവണ അരങ്ങേറിയത്. മീഡിയ 1 അബുദാബി. സ്വാശ്രയ മെഡിക്കൽ മാനേജ്മെന്റുകളുമായി ഈ ആഴ്ച ചർച്ച നടത്തുമെന്ന് ആരോഗ്യമന്ത്രി VS ശിവകുമാർ. VS സുനിൽകുമാർ MLA-യുടെ ചോദ്യത്തിന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾക്കായി കരാർ ആകാത്തതിനെ തുടർന്ന് 675 മെറിറ്റ് സീറ്റുകൾ നഷ്ടപ്പെട്ടെന്ന മീഡിയ 1 പുറത്തുവിട്ട റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വിഷയം നിയമസഭയിൽ വന്നത്. മീഡിയ 1 ഇംപാക്ട്. സ്വാശ്രയ മെഡിക്കൽ മാനേജ്മെന്റുകളുമായി കരാറിൽ ഏർപ്പെടാത്തതിനാൽ സംസ്ഥാനത്ത് 675 മെറിറ്റ് സീറ്റുകളാണ് നഷ്ടമാകുന്നത്. കഴിഞ്ഞ വർഷം വരെ സർക്കാരുമായി കരാറിലുണ്ടായിരുന്ന 12 സ്വാശ്രയ മെഡിക്കൽ കോളേജുകളാണ് ഇത്തവണ സ്വന്തം നിലയിൽ പ്രവേശനവുമായി മുന്നോട്ട് പോകുന്നത്. മെറിറ്റ് സീറ്റിൽ ഉയർന്ന ഫീസ് ഈടാക്കുന്ന കാത്തലിക് മെഡിക്കൽ കോളേജുകളുമായി സഹകരിക്കാനുള്ള സർക്കാരിന്റെ നീക്കമാണ് ഇതിന് കാരണം. മീഡിയ 1 പുറത്തുവിട്ട ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിയമസഭയിൽ ഇന്ന് ഇത് സംബന്ധിച്ച ചർച്ച വന്നത്. 20-ാം തീയതിക്ക് മുമ്പായി കരാർ ഒപ്പിടുമെന്ന് പറഞ്ഞ മന്ത്രി ഇനി എന്നാണ് കരാറിൽ ഒപ്പിടുന്നതെന്ന് VS സുനിൽകുമാർ MLA ചോദിച്ചു. ധനാഭ്യർത്ഥനയ്ക്ക് മറുപടി പറഞ്ഞ ആരോഗ്യമന്ത്രി VS ശിവകുമാർ ഈ ആഴ്ച തന്നെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ മാനേജ്മെന്റുകളുമായി ചർച്ച നടത്തുമെന്ന് അറിയിച്ചു. സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ സീറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് 2-3 പ്രാവശ്യം ചർച്ച നടത്തി. അവർ 50% സീറ്റ് നൽകില്ല എന്ന് പറഞ്ഞിട്ടില്ല. എഗ്രിമെന്റ് ഒപ്പുവെക്കാൻ പോയതാണ്. ഒരു മെറിറ്റ് സീറ്റും സർക്കാർ നഷ്ടമാവില്ലെന്നും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. മീഡിയ 1 തിരുവനന്തപുരം. എഴുത്തിന്റെ 50 വർഷവും പത്രാധിപരായി 1/4 നൂറ്റാണ്ടും പൂർത്തിയാക്കിയ O അബ്ദുറഹ്മാനെ ജന്മനാട് ആദരിച്ചു. കോഴിക്കോട് ചേന്ദമംഗലൂരിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയും ഡോക്ടർ MN കാരശ്ശേരിയും ചേർന്ന് ഉപഹാരം സമർപ്പിച്ചു. മാധ്യമം മീഡിയ 1 ഗ്രൂപ്പ് എഡിറ്ററായ O അബ്ദുറഹ്മാൻ പ്രബോധനം വാരികയിലാണ് മാധ്യമപ്രവർത്തനം ആരംഭിച്ചത്.
എഴുത്തു തുടങ്ങി 50 വർഷം പിന്നിട്ട സാഹചര്യത്തിലാണ് ജന്മനാടായ ചേന്നമംഗലൂരിൽ ഒ അബ്ദുറഹ്മാനെ ആദരിക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ചത്. ബുദ്ധിപരമായ സത്യസന്ധതയും സംവാദത്തിനുള്ള സന്നദ്ധതയും ഒ അബ്ദുറഹ്മാനെ എപ്പോഴും വ്യത്യസ്തനാക്കിയെന്ന് ചടങ്ങിൽ പങ്കെടുത്ത ഡോക്ടർ MN കാരശ്ശേരി പറഞ്ഞു. അഭിപ്രായ വ്യത്യാസം എന്നുള്ളത് ഞങ്ങളുടെ ഇടയിൽ 100% പക്ഷേ അപ്പോഴും ഏറ്റവും മാന്യമായി വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യുമ്പോൾ ഒരിക്കലും അത് വൈകാരികമാവാതിരിക്കാൻ, അത് വ്യക്തിപരം ആവാതിരിക്കാൻ, അത് ആശയപരമായി മാത്രം നിലനിർത്താനും അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ പോലും അദ്ദേഹത്തോട് എതിർക്കേണ്ടി വന്നപ്പോൾ എനിക്ക് ചിരിക്കാനല്ലാതെ ഒരിക്കലും ദേഷ്യപ്പെടാൻ ഒരു അവസരം അദ്ദേഹം തന്നിട്ടില്ല. അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയും ഡോക്ടർ MN കാരശ്ശേരിയും ചേർന്ന് ഒ അബ്ദുറഹ്മാന് ഉപഹാരം സമർപ്പിച്ചു. പത്രപ്രവർത്തനം തന്റെ ജീവിതത്തിന്റെ ദൗർബല്യമാണെന്ന് മറുപടി പ്രസംഗത്തിൽ ഒ അബ്ദുറഹ്മാൻ പറഞ്ഞു. എല്ലാവരും സംസാരിക്കട്ടെ എന്ന നിലപാടാണ് താൻ എപ്പോഴും സ്വീകരിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ശരി, എത്ര തന്നെ നമ്മൾ ശത്രുക്കളായിട്ട് കണക്കാക്കുന്നു വെച്ചാൽ അവർ നമ്മളെ ശത്രുക്കളായി കണക്കാക്കിയാലും ശരി, അതിനപ്പുറമുള്ളത് ഈ സംവദിക്കാനുള്ള നമ്മുടെ സന്നദ്ധതയായിരിക്കണം. നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. നമുക്ക് പറയാനുള്ളത് എവിടെയും പറയാം. അതിൽ അവർ പറയുന്നതിൽ ശരി വല്ലതുണ്ടെങ്കിൽ നമ്മൾ അംഗീകരിക്കുകയും വേണം. ഇത്തരമൊരു സംസ്കാരം ഞങ്ങളിലൊക്കെ വളർത്താൻ പ്രബോധനവും അതിനുശേഷം അതിനേക്കാൾ കൂടുതലായിട്ട് മാധ്യമവും സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും ഒടുവിലെത്തിയും അനുഭവമാണ്. ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ T ആരിഫ് അലി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രൊഫസർ ഹമീദ് ചേന്നമംഗലൂർ, ഒ അബ്ദുള്ള, NP ചെക്കുട്ടി, TP ചെറുപ്പ തുടങ്ങിയവരും പങ്കെടുത്തു. മീഡിയ 1 കോഴിക്കോട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇറാഖിൽ ഐക്യ സർക്കാരിനുള്ള നിർദ്ദേശം നൂരി അൽ മാലിക്കി തള്ളിയതോടെ പ്രശ്നപരിഹാരത്തിന് ജോൺ കെറി പശ്ചിമേഷ്യയിൽ സൗദി രാജാവുമായും GCC വിദേശകാര്യമന്ത്രിമാരുമായും ചർച്ച നടത്തും. റമദാനിനായി ഗൾഫ് രാജ്യങ്ങൾ ഒരുങ്ങി. വിശ്വാസികൾക്കായി മസ്ജിദുകൾ സജ്ജം. എങ്ങും ഇഫ്താർ ടെന്റുകൾ ഉയരുന്നു. സൗദിയിൽ അൽ ഖർജിൽ വാഹനാപകടത്തിൽ 3 മലയാളികൾ മരിച്ചു. മരിച്ചവർ മലപ്പുറം സ്വദേശികൾ. ഇന്ത്യൻ കറി പൗഡറുകളുടെ ഗുണനിലവാരത്തിൽ കുവൈത്തിന് ആശങ്ക. ഇന്ത്യൻ മസാലകൾക്ക് ഗുണനിലവാര സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കണമെന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം. ന്യൂസ് സമാപിക്കുന്നു. ശുഭരാത്രി.